ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി സമ്മേളനം ബുധനാഴ്ച ബംഗളൂരുവിൽ ആരംഭിച്ചു. ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹാളിൽ നടന്ന ഒരാഴ്ച നീളുന്ന സമ്മേളനത്തിൽ ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര റീത്തുകളിലായി ഭാരതത്തിലെ 174 കത്തോലിക്ക രൂപതകളിൽ നിന്നുള്ള 210 മെത്രാൻമാർ പങ്കെടുക്കും. ബുധനാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയെ തുടർന്ന് ആരംഭിക്കുന്ന സമ്മേളനം ഇന്ത്യയിലെ അപ്പോസ്തോലിക് ന്യൂൻഷ്യ ആർച്ച് ബിഷപ്പ് ലയോപോൾഡോ ജിറലി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരുന്നു. ലിയോ 14 മാർപ്പാപ്പയുടെ സന്ദേശം CBCI വൈസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അത്തോണി സ്വാമി വായിച്ചു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാളും പിയത്രോ പരോളിന്റെയും പൗരസ്ത്യ സിരുസംഘം തലവൻ ക്ലോഡിയ ഗുജറാത്തിയുടെയും സന്ദേശങ്ങളും വായിച്ചു. കർദിനാൾമാരായ ഡോക്ടർ ഒസ്വാൾഡ് ഗ്രേഷ്യസ്, മാർ ബെസോലിയസ് ക്ലീമീസ് കത്തോലിക്ക ബാവ, മാർ ജോർജ് കൂവക്കാട്, ഡോക്ടർ ഫിലിപ്പ് നേരി ഫെറാവോ, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്, CBC സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കുട്ടോ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോസഫ് മാർ തോമസ്, സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KM ജോസഫ്, പ്രൊഫസർ D ഡൊമിനിക് തുടങ്ങിയവരും വിവിധ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കും. ഭാരത മെത്രാൻ സംഘത്തിന്റെ സമ്മേളനത്തിൽ രാജ്യത്തെ പ്രമുഖരായ 16 പേരെ ആദരിക്കും. വിശ്വാസവും രാഷ്ട്രവും ഇന്ത്യയുടെ ഭരണഘടനാ ആദർശനത്തിന് സഭയുടെ സാക്ഷി എന്ന വിഷയമായിരിക്കും CBCI സമ്മേളനത്തിലെ മുഖ്യ ചർച്ചയെന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറന്റ് ഡോക്ടർ മാത്യു കോയിക്കൽ പറഞ്ഞു. 10 സമാപിക്കുന്ന CBCIയുടെ 37ാമത് ജനറൽ ബോഡി യോഗത്തിൽ ദേശീയവും സമപരമായ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച നടത്തും. സാക്ഷ്യത്തിൽ ഐക്യപ്പെടുന്നു എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. രാജ്യത്തിന്റെ വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഐക്യം വളർത്തുന്നതും നീതിയും ന്യായവും ഉറപ്പാക്കുന്നതുമാകും ഭാരത കത്തോലിക്ക സഭ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിക്കുന്ന ആക്രമണങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ വെല്ലുവിളികളെയും കുറിച്ചുള്ള ആശങ്കകളും സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ ഐക്യം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള സഭയുടെ സാക്ഷ്യത്തെ ശക്തിപ്പെടുത്തുന്ന സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുവാൻ CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.